അധ്യാപകര്, കുട്ടികള് എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന നടത്തിയിട്ടില്ല. നമുക്ക് പ്രാർത്ഥന. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിന് ഉന്മയെ സ്നേഹിച്ചും ആചരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനാണിഞ്ഞ മിഴികളോടെ. അതുപോലെ അവർക്ക് നല്ല വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപമാവിനെ ക്ഷണിക്കും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പൊ നിങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന ഗ്രാൻഡ് പാരൻസിനും സ്നേഹവന്ദനം. ടീച്ചേഴ്സ്, അപ്പോൾ ഇന്ന് ഈ ഒക്ടോബർ 1 വയോജന ദിനം. കഴിഞ്ഞ വർഷവും എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു അതിൻ്റെയും കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നു. അപ്പൊ അടുപ്പിച്ച് മൂന്നാമത്തെ, അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പൊ അടുപ്പിച്ച് 3 തവണ. അപ്പോൾ അനുഗ്രഹം മാത്രമല്ല, ഇതൊരു ദൈവ നിയോഗവുമാണ്. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ഒട്ടും യാദൃച്ഛികമായിട്ടല്ല തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതിലൊരു ദൈവിക പദ്ധതി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്കും എനിക്ക് രുദ്രവിലാസത്തിലും വയോജനത്തിലും ഈ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളപ്പോൾ കുഞ്ഞു മക്കൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ സ്വീകരിക്കാൻ, നിങ്ങളുടെ സ്നേഹം കാണിക്കാനായിട്ട് പൂക്കളൊക്കെ നല്ല മനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒക്ടോബർ 1 ഇനിയിപ്പോൾ ജൂൺ മുതൽ തുടങ്ങിയ പരിസ്ഥിതി ദിനം ടീച്ചർ സംസാരിക്കുന്നുണ്ടായി. നാളെ ഗാന്ധി ജയന്തി, ഇനി അടുത്ത ആഴ്ച പൂജ, 11 അവധി അതെന്ന് പത്രത്തിൽ വായിച്ചു. അതുപോലെ തന്നെ ഈ ഒരു മാസം എനിക്ക് തോന്നുന്നു നല്ലൊരു ഓണത്തിന് ശേഷം ഉത്സവങ്ങളുടെ, ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങളുടെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പൂജ, വിജയദശമി തുടങ്ങി, ഈ ദീപാവലി അല്ലെ, അത് കഴിഞ്ഞ് ഉടനെ ക്രിസ്മസ്, എല്ലാവരും ഒരു ആഘോഷത്തിന്റെ ഒരു മൂഡില്. പക്ഷെ ആ ഒരു ഘട്ടത്തിലും നമ്മള് നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇതിപ്പോ വയോജന ദിനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്ദേശങ്ങളൊക്കെ ഞാൻ പത്രത്തിലും അല്ലാതെ റേഡിയോയിലും ഒക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്നിപ്പോ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ആ ഒരു രീതിയിൽ ഇനി നമ്മൾ ചിന്തിച്ചു തുടങ്ങണം എന്നാണ് എനിക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്. കാരണം ഇതിപ്പോൾ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമ്മൾക്കും പ്രായമാവും. നിങ്ങളിപ്പോൾ ആ സ്റ്റേജിലിരുന്നുണ്ടെങ്കിൽ ഞങ്ങളും പ്രായമാവും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോള് വരുമ്പോൾ അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾക്ക് ദൈവം അനുഗ്രഹമായിട്ട് തന്ന, ദാനമായിട്ട് തന്ന ഈ കുഞ്ഞു ജീവിതം നമുക്ക് എങ്ങനെ ആസ്വദിക്കാം, നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്നവർക്കും അതെങ്ങനെ ആസ്വാദികരമാക്കാം, അല്ലെ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാം, അതൊന്നും. പിന്നെ രണ്ടാമത് നമുക്ക് പ്രതീക്ഷകൾ വേണം. ഒന്നും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്യേണ്ട. മക്കളെ നോക്കിയോ, കൊച്ചു മക്കളെ നോക്കിയോ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നതിനും അർത്ഥമില്ല. കാരണം അതിൽ നമ്മുടെ ഒരുപാട് എനർജിയും ശക്തിയും നമ്മുടെ ആ ഒരു കഴിവുകളൊക്കെ ഒരു ഡ്രെയിനിങ് പറയും, നഷ്ടപ്പെട്ടു പോകുന്നല്ലാതെ നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ആരുടെ ആണെങ്കിലും ഈ ഭൂമിയിലെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതായത് നമ്മുടെ കുറവുകൾ നോക്കി, നമുക്ക് എന്താ ഇല്ലാത്തത്, അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താണ് ഇല്ലാത്തത് അങ്ങനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താല് നമ്മൾക്ക് അത് തന്നെയായിരിക്കും ലഭിക്കുന്നത്. നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് അത് നമുക്ക് ലഭിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടുകൂടി പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, അതെല്ലാം മനസ്സിലാകുന്നു. പക്ഷെ അതല്ലാതെ എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയും, ഉയർച്ചയും താഴ്ചയും ആരുടെ ജീവിതത്തിലും ഉണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നിപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിലാണ് ജോലി സമ്മർദ്ദം. ഇപ്പം ജോലി സമ്മർദ്ദം കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അത് വലിയ ജോലി സമ്മർദ്ദം കൊണ്ട്. അപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിലാണെങ്കിലും സമ്മർദ്ദങ്ങളുണ്ട്. അപ്പൊ ഇന്നും മനോരമയിൽ ഞാൻ വായിച്ചതാ, ജോലി സമ്മർദ്ദം കൊണ്ട് ഒരാൾ മരിച്ചുപോയത്. ഇന്ന് ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് 42 ദിവസമായി ഉറങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള സമ്മർദ്ദങ്ങള്,
അതല്ലാതെ ഇന്ന് ഈ ആധുനിക ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന യുവതലമുറയ്ക്ക് അവരുടെ ജോലി സംബന്ധമായിട്ടും മാനസികമായിട്ടും ഈ സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസ്, ടാർഗറ്റ്സ്, അവരുടെ എക്സ്പെക്ടേഷൻ നമ്മൾ പറയും പ്രതീക്ഷകൾ, അതിനോടൊപ്പം എത്താനായിട്ട് അവരും ഒരു മത്സര ഓട്ടത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനുഷ്യരായി ജനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും ഏതൊരു വ്യക്തിക്കും ഉണ്ട്. ഇനി മരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടുകൾ മാറ്റി അപ്പം എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആവുക, പിന്നെ രണ്ടാമത് നമ്മൾ പ്രതീക്ഷകൾക്ക് ഒരു അസ്തമയം കൊടുക്കുക. ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഒരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അപ്പൻ എന്ന നിലയിലുള്ള കടമകൾ ചെയ്യുക. അതല്ലാതെ ബാക്കി നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവുണ്ടല്ലോ, അപ്പോൾ സൃഷ്ടാവിനെക്കാട്ടിലും വലിയതല്ല സൃഷ്ടി. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഉള്ളത് നമ്മൾ കൊടുക്കുക. ഇന്നിപ്പോ എനിക്ക് ഈ ഒക്ടോബർ മാസം ഈ 1-ാം തീയതി ഈ ഒരു പുതിയ മാസത്തിന്റെ പ്രഭാതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സ്നേഹത്തോട് പറയാനുള്ളത്, മറ്റുള്ളവരുടെ ഒരു പുഞ്ചിരിക്ക് ഭാഗമാകുക. അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിലും സമൂഹത്തിലും ഒക്കെ മറ്റുള്ളവരെ നമ്മൾ ഉയർത്തുക. വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്തുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ഇനി അതിലും വലുതായിട്ടൊന്നും വേണ്ടല്ലോ. ഏറ്റവും ബലഹീനരായിട്ടുള്ള മനുഷ്യരുടെ മുന്നിൽ നമ്മൾ കണ്ണുനീരൊഴുക്കാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ തകർക്കപ്പെട്ട് മുറിവേറ്റപ്പെട്ട ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് മാത്രമേ ദൈവത്തിന്റെ പദ്ധതി നിറവേറുള്ളൂ. ആ തകർക്കപ്പെടുമ്പോഴാണ് നമുക്ക് വലിയൊരു അഭിഷേകവും അനുഗ്രഹവും ജീവിതത്തിൽ വരുന്നത്. അപ്പൊ തകർക്കപ്പെടാതെ ആരുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ കേരള ട്രാവൽ മാർട്ട് അതിലൊക്കെ സന്ദർശിച്ചപ്പോൾ വയനാടിൽ നിന്നുള്ള ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പൊ വയനാട് നമ്മൾ പത്രത്തിൽ കാണുന്ന പോലെ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതികൾ? പത്രത്തിലാകെ വളരെ കഷ്ടതയില്ല. അപ്പം അവരൊക്കെ പറയുന്നത് അതൊക്കെ ഒരു വശത്ത്, പക്ഷെ വേറൊരു വശത്ത് ഇത് ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്, അവിടെയൊന്നും അഫക്റ്റഡ് അല്ല, ബാധിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മറവി ഇന്ന് മനുഷ്യന് വളരെ പെട്ടെന്നാണ്. പിന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജീവിതം പെട്ടെന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. എവിടെയാണെങ്കിലും ഇനി എന്ത് ദുരന്ത ഭൂമിയിൽ നിന്നാണെങ്കിലും ജീവിതം അടുത്ത നിമിഷം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാല്, നമ്മളിനി ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വല്ലാതെ നമ്മൾ ക്ഷീണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളില്ലെങ്കിലും അടുത്ത സെക്കൻഡിൽ ഭൂമി മുന്നോട്ട് പോകും. അപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ ഏതാണ്ട് ഒന്നും നടക്കത്തില്ല എന്നോ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അടുത്ത സെക്കൻഡിൽ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ഇന്ന് വേർപാട്, ദുഃഖം, ഇങ്ങനെയുള്ളതൊന്നും ഇന്നത്തെ ലോകത്തിന് ചേർന്നതല്ല എന്നാ തോന്നുന്നത്. കാരണം അടുത്ത നിമിഷം അത് മുന്നോട്ട് പോകും, ആർക്കും പിന്നെ ഓർമ്മ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വിലപ്പെട്ട ജീവിതം, നിങ്ങൾ ഈ ഇല്ലായ്മകളും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതായത് കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റോഡ് എന്ന് പറയുന്നത് കാസർഗോഡ് നിന്ന് കന്യാകുമാരി മുതൽ അല്ല. അതായത് ഏറ്റവും ലോങ്ങസ്റ്റ് റോഡ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫ്രം ദ ഹെഡ്, തലയിൽ നിന്നും ഹാർട്ടിലോട്ട്, ഹൃദയത്തിലോട്ട്, ആ ഹൃദയത്തിൽ നിന്നും ഫ്രം ദ ഹാർട്ട് ടു ദ ഹിയർ ആൻഡ് നൗ. ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞാൽ ഇനി തലയിൽ നിന്നും ഹൃദയത്തിലോട്ട്, ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഈ പ്രസന്റ് മോമെന്റ്, അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് റോഡ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാ കാര്യങ്ങളും തലയിൽ കൂടിയാണ് ചിന്തിക്കുന്നത്. അതായത് ബുദ്ധിപരമായിട്ട് ഓരോന്ന് അതിൻ്റെതായിട്ടുള്ള നമ്മൾക്ക് അനലൈസ് ചെയ്ത് ഇതൊക്കെ അങ്ങനെയാണ്. നമ്മുടെ പഠിപ്പ്, നമ്മുടെ അനുഭവ പാഠവം, എക്സ്പീരിയൻസ്, പ്രൊഫഷണലിസം, നമ്മൾക്ക് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ, തലയിൽ കൂടിയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതല്ലാതെ ഹൃദയത്തിലൂടെ ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. ഹൃദയത്തിൽ കൂടെ ചിന്തിച്ച് നമ്മൾ ഈ ഒരു നിമിഷത്തിലോട്ട് എത്തണം. അല്ലാതെ കഴിഞ്ഞു പോയ ദുരന്തങ്ങളും തിരുത്താൻ പറ്റാത്ത തെറ്റുകളും അങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഇനി ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അങ്ങനെ നമ്മൾ തലയിൽ അത് എടുത്തിട്ട് കാര്യമില്ല. ഈ ഒരു നിമിഷമാണ് നമുക്ക് വിലപ്പെട്ടതുള്ളത്. അപ്പോൾ അത് നമ്മൾ മനോഹരമാക്കുക, അർത്ഥവത്താക്കുക. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു സന്തോഷവും ഏറെ അവരെ നമ്മൾ വിലമതിക്കുന്നു, അവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാക്കുക ഈ കുഞ്ഞു ജീവിതം.
പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെയും നല്ല നല്ല കഥകളിലൂടെയും നല്ല നല്ല സന്ദേശങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് നല്ല ഒരു ഭാവിക്കായിട്ട് ഇനി നമുക്ക് ഇന്ന് ലോകത്ത് വേണ്ടത് ഇതുപോലെ നല്ല സ്വപ്നം കാണുന്നവരും കഥ പറയുന്നവരും നന്മ ചെയ്യുന്ന നല്ല ഹൃദയമുള്ള വ്യക്തികളെയാണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്നും ഒരുപാട് ഈ ലോകത്തെ നയിക്കുന്ന, ഈ ലോകം ആദരിക്കുന്ന വലിയ മഹത് വ്യക്തികൾ അങ്ങനെ ആവണ്ടേ? നിങ്ങൾക്ക് അങ്ങനെ ആവണ്ടേ? അങ്ങനെയുള്ള ഇനിയിപ്പോൾ ഒരുപാട് സാധ്യതകളുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതവും നല്ല നിറവും സുഗന്ധവും ഉള്ളതായിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല രുചികരവും നല്ല നിറങ്ങളുമുള്ള മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്ന ജീവിതങ്ങളായി വരട്ടെ. ഇവിടെയുള്ള ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ ഒരു കയ്യൊപ്പ് പതിക്കട്ടെ. അതായത് ദൈവത്തിൻ്റെ അടുത്ത് മടങ്ങി പോകുമ്പോൾ ഏറ്റവും രീതിയിൽ അവർ ദൈവം